പാഠം 325. ഒരു പൂർണ്ണ ഗാന്ധിയന്റെ കഥ. ഹലോ, അതെ, സത്യഭാമയാണ്. ആ, നമസ്കാരം സർ. സാറിനെ ഇപ്പൊ ഒന്നും കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ പറയല്ലേ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഹൈക്കോടതിയിൽ അതിന് മാത്രം കേസുള്ളപ്പോ എങ്ങനെയാ കൊച്ചിന്ന് മാറി നിൽക്കാനാ? ഓ, നന്നായി. ഞാൻ 10:30 എത്തും സർ. വേണ്ട സർ, ഞാൻ സാറിന്റെ ഓഫീസിലേക്ക് വരാം. ആ, മോഹനേട്ടാ, ആരെ വിളിച്ചെന്നറിയോ? അറിയില്ല. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ. ഇവിടുത്തെ കോടതി നേരത്തെ ഉണ്ടായിരുന്നതാ. ഒരു ദിവസം ടൗണിൽ വെച്ച് ഞാൻ മോഹനേട്ടനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഓർമ്മയില്ലാതെ വരുന്നത് എങ്ങനെയാ? ചെറുപ്പക്കാരൻ, നല്ല വെളുത്ത് ഉയരമുള്ള ഒരാള്, ഭയങ്കര ഗ്ലാമറാന്ന് ഞാനൊന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? എനിക്കത്ര ഗ്ലാമറായിട്ടും തോന്നില്ല. അത് മോഹനേട്ടൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ. സുഭാഷ് ചന്ദ്രൻ സാറ് ഭയങ്കര സുന്ദരനല്ലേ? ഞങ്ങളുടെ കോടതിയിലെ വനിതാ വക്കീലന്മാര് മുഴുവൻ സുഭാഷ് ചന്ദ്ര സാറിന് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഇതൊക്കെയാണോ നിങ്ങളുടെ കോടതിയിലെ ജോലി? സുന്ദരനായ ഒരാളെ കണ്ട പിന്നെ പെണ്ണുങ്ങൾ നോക്കില്ലേ മോനേട്ടാ? സുഭാഷ് ചന്ദ്ര സാറാണെങ്കിൽ പിന്നെ കല്യാണവും കഴിച്ചിട്ടില്ല. കോടതിയിലെ കല്യാണം കഴിക്കാത്ത വനിതാ വക്കീലന്മാരൊക്കെ വലിയ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു ദിവസം സദാനന്ദ സാറ് ചോദിച്ചു, ഇതെന്താ സുഭാഷ് ചന്ദ്ര കല്യാണം കഴിക്കാത്തതെന്ന്. ഞാനിങ്ങനെ തൊട്ടടുത്ത് നിൽക്കായിരുന്നു. എന്നെ ചൂണ്ടി സുഭാഷ് ചന്ദ്ര സാറ് പറയാ, സത്യഭാമയെ പോലൊരു പെണ്ണാണ് എന്റെ മനസ്സില്, അങ്ങനെ ഒരാളെ കണ്ടുകിട്ടാതെ എന്ത് ചെയ്യാനാ എന്ന്. ഞാൻ ചുരിദാറിട്ടാൽ ഭയങ്കര സുന്ദരിയാണെന്ന് സാറ് പറഞ്ഞു. ആ വെള്ളസാരി പുള്ളിക്കാരനെ കണ്ടൂടെ? എന്താ എന്താ നോക്കുന്നു? നിനക്കെന്താ അത്ര പ്രത്യേകം നോക്കായിരുന്നു ഞാൻ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ പറയുന്നത്. എന്നെ മോഹനേട്ടന് വലിയ വിലയൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് വലിയ ബഹുമാനമാണ്. അവർക്ക് നിന്നെ ശരിക്കും അറിയാത്തത് കൊണ്ട്, അവർക്ക് എന്റെ കാര്യം അറിയാവുന്നത് കൊണ്ട്. മോഹനേട്ടൻ അത് അറിയാഞ്ഞിട്ടല്ല, അറിയില്ലാത്തതായിട്ട് നടിക്കുന്നതാണെന്ന് എനിക്കറിയാം. നിന്റെ ഓരോ തെറ്റിദ്ധാരണകൾ. അതുപോട്ടെ, ആ വക്കീലെന്നെ വിളിച്ചേ? കുറച്ചു നാളായി ഇവിടെ കാണാനേ ഇല്ലായിരുന്നു സാറിനെ. ഹൈക്കോടതിയിൽ ഒരുപാട് കേസൊക്കെ ഉണ്ട്. കാണാൻ സുന്ദരനാണെന്ന് മാത്രമല്ല, ഭയങ്കര ബുദ്ധിയുമല്ലേ. ഇന്നിപ്പോ ഇവിടുത്തെ കോടതിയിൽ ഒരു കേസുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു കോടതിയിൽ വരുമ്പോ സാറിന്റെ ഓഫീസിലേക്ക് ചെല്ലാമെന്ന്. ഹൈക്കോടതിയിലെ ഹൈക്കോടതിയിൽ എന്ത് വിശേഷം? കേസ് വരുന്നു, വാദം നടക്കുന്നു, പ്രതികളെ വെറുതെ വിടുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അല്ല എന്ത് വിശേഷം? അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നടക്കാൻ കല്യാണ മണ്ഡപമൊന്നും അല്ലല്ലോ അത്. സുഭാഷ് സാർ എന്റെ കാര്യം മാത്രമല്ല അന്വേഷിച്ചത്, മോഹനേട്ടൻ സുഖമായിരിക്കുന്നു ചോദിച്ചു. എന്റെ കാര്യം എന്തിനാ ആ വക്കീൽ അന്വേഷിക്കുന്നത്? കാര്യം പറഞ്ഞ ഒരിക്കലേ മോഹനേട്ടനെ കണ്ടിട്ടുള്ളെങ്കിലും മോഹനേട്ടനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് സുഭാഷ് സാറ്. ഭയങ്കര കർക്കശക്കാരനായ വില്ലേജ് ഓഫീസർ, സത്യസന്ധൻ, ലളിത ജീവിതം നയിക്കുന്നയാള് എന്നൊക്കെയാ സാറ് കേട്ടിരിക്കുന്നേ. അതേപ്പറ്റി എന്നോട് പണ്ട് ചോദിക്കുകയും ചെയ്യായിരുന്നു. ഈ കാലത്ത് അടിമുടി ഗാന്ധിയനായ ഒരു വില്ലേജ് ഓഫീസറെ വേറെ കാണാൻ കിട്ടുമെന്ന് ഒരിക്കലും എന്നോട് ചോദിച്ചു. നീ എന്ത് പറഞ്ഞു? ഞാൻ സത്യം പറഞ്ഞു. നാട്ടുകാരുടെ ഓഫീസിലുള്ളവരുടെ മുന്നിൽ ഭയങ്കര ഗാന്ധിയനാണ്, പക്ഷേ വീട്ടിലെ മട്ട് എനിക്കല്ലേ അറിയാവൂ എന്നും ചോദിച്ചു. വീട്ടിലെന്താ മട്ട്? അത് ഞാൻ പ്രത്യേകിച്ച് പറയണോ? ഇതൊക്കെ തന്നെ. തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുക, വഴക്കുണ്ടാക്കാൻ ഒരു കാരണം അന്വേഷിച്ച് കണ്ടെത്തി വഴക്കുണ്ടാക്കുക, ഭാര്യയോട് ഒരു വേലക്കാരിയെ പോലെ പെരുമാറുക, ഇതൊക്കെയാണോ ഒരു ഗാന്ധിയന്റെ ലക്ഷണങ്ങള്? മോഹനേട്ടാ, ഗാന്ധിജിയുടെ ജീവിതം തന്നെ അഹിംസയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. ആളെ കൊല്ലാതിരിക്കൽ മാത്രമല്ല അഹിംസ. ക്ഷമ, അനുകമ്പ, കാരുണ്യം, ഇതൊക്കെ കൂടി ചേർന്നാലേ അഹിംസയാവുള്ളൂ. ഗാന്ധിജി അങ്ങനെയായിരുന്നു. മോഹനേട്ടൻ അങ്ങനെ അല്ലേ അല്ല. ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് പറയുന്നത് പോലെ ഗാന്ധിജിയുടെ കുപ്പായിമിട്ട ഹിറ്റ്ലർ. ഭാമേ, ഞാൻ പറഞ്ഞതിൽ എന്താ മോഹനേട്ട തെറ്റ്?
ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയുടെ വലത് ചകിട്ട് തടിച്ചയാളെ ഇടത് ചകിട് കൂടെ കാണിച്ചു കൊടുക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. മോഹനേട്ടനായിരുന്നെങ്കിലോ തല്ലിയ ആള് പിന്നെ ഭൂമിയിലുണ്ടാവുമായിരുന്നില്ല. അതിപ്പോ പറഞ്ഞു വരുമ്പോ ചിലപ്പോ ദേഷ്യം വരുമ്പോ ചെറുതായിട്ടൊന്നും ദേഷ്യപ്പെടും ഞാൻ. എന്തുകൊണ്ടാ? നമ്മളൊരു കാര്യം പറയുമ്പോ അത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറക്കെ പറയാം. ഉറക്കെ പറയരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, ഉടക്കുണ്ടാക്കരുത് എന്നാണ്. മോഹനേട്ടൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചാടിക്കടിക്കാൻ വരും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ബഹളം ഉണ്ടാക്കും. മറ്റുള്ളവരെ പറയാൻ സമ്മതിക്കേയില്ല. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഗാന്ധിയനാവാനാണ്? അവൾ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. ഓ, അപ്പൊ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാണല്ലേ? മനസ്സിലായി. അമ്മേ, നീ എന്നെപ്പറ്റി ധരിച്ചിരിക്കുന്നതൊക്കെ തെറ്റാ. സത്യത്തിൽ എനിക്ക് അങ്ങേറ്റം വരെ ക്ഷമയുണ്ട്. ഞാനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതെന്തു പറ്റി? അതായത് ഞാൻ പറയുന്ന ആദർശങ്ങളെ പറ്റി, എന്റെ ജീവിത രീതിയെ പറ്റിയും സാധാരണ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവാനായി ഞാൻ മനഃപൂർവ്വം ദേഷ്യം അഭിനയിക്കുക. അതെന്തായാലും കൊള്ളാം. ഇതുപോലൊരു ന്യായം ലോകത്താരും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാവാനായി അയാളുടെ അച്ഛന് വരെ പറയുക. ഇതുപോലെ വേറെ എന്തൊക്കെ നമ്പർ ഉണ്ട് മോഹനേട്ടന്റെ കയ്യില്? ക്ലാസ്സിൽ ഒരു കുട്ടി പഠിക്കാതിരുന്നാൽ ആദ്യം അധ്യാപകൻ ആ കുട്ടിയെ ഉപദേശിക്കും. എന്നിട്ടും പഠിക്കാതിരുന്നാൽ ചെറിയ കുഞ്ഞു ശിക്ഷകൾ കൊടുക്കും. എന്നിട്ടും പഠിക്കാതിരുന്നാലോ അധ്യാപകൻ ചൂടാകും. അപ്പൊ കുട്ടി പേടിക്കും, പഠിക്കും. അപ്പോ അതുപോലെയാണ് മോഹനേട്ടന്റെ ദേഷ്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ടായാൽ മോഹനേട്ടൻ ഉപദേശിക്കുന്നതായി ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ളതാണല്ലോ പ്രമാണം. ഇന്നു മുതൽ അങ്ങനെയല്ല. ഞാൻ എല്ലാ കാര്യങ്ങളിലും അങ്ങേറ്റം ക്ഷമ പാലിക്കാൻ പോവുകയാണ്. 2014 ഏറ്റവും നല്ല കോമഡി. കോമഡി അല്ല, ഞാൻ വളരെ ഗൗരവത്തോട് പറയാ. ഇന്നു മുതൽ നിന്നോടോ ആഫീസുള്ളവരോടോ ഞാൻ ദേഷ്യപ്പെടുകയേയില്ല. ശാന്തമായും സമാധാനപരമായും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. എങ്കിൽ സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്കസ്തമിക്കും. വാശി പിടിപ്പിക്കേണ്ട ഭാമ, എന്റെ തീരുമാനം ഉറച്ചതാണ്. ഇനിയിപ്പോ നീ എന്തൊക്കെ തരത്തിൽ പ്രകോപിപ്പിച്ചാലും മോഹനകൃഷ്ണൻ ദേഷ്യപ്പെടില്ല. ഇത് സത്യം, സത്യം, സത്യം. ദേഷ്യപ്പെട്ട നീ പറയുന്നത് എന്തും. എനിക്ക് പുതിയൊരു സാരി വാങ്ങിത്തരൂ. എന്തേ സാരി എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയോ വില്ലേജ് ഓഫീസർ സാറ്? ഗായത്രി ടെക്സ്റ്റൈൽസിൽ അടിപൊളി സാരി വന്നിട്ടുണ്ട്. 2000 രൂപയിൽ താഴെ വിലയുണ്ടു. അതൊരെണ്ണം വാങ്ങിത്തരൂ. വാങ്ങിത്തരേണ്ടി വരില്ല. കാരണം ഞാൻ ദേഷ്യപ്പെടില്ലല്ലോ. ദേഷ്യപ്പെട്ടാലത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. പറയ്, എന്താണ് വില്ലേജ് ഓഫീസർക്ക് ഒരു ധൈര്യക്കുറവ്? ഒരു ധൈര്യക്കുറവുമില്ല. ആ, ഇനി നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടാൽ നിനക്ക് ഒന്നല്ല 2 സാരികൾ വാങ്ങി തന്നിരിക്കും. ഒന്ന് മനസ്സ് വെച്ചാൽ സത്യഭാമേ, ഇന്ന് തന്നെ നിനക്ക് സാരി വാങ്ങിപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്ത് പറഞ്ഞ വില്ലേജ് ഓഫീസറെ പ്രകോപിപ്പിക്കുക? ഗാന്ധിജി തന്നെ വഴി. ഗാന്ധിജിയെ പറഞ്ഞാൽ മോഹനകൃഷ്ണ സാറിന്റെ നിയന്ത്രണം പോകുമല്ലോ. പറഞ്ഞു വരുമ്പോ മോഹനേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. ജീവിതത്തിൽ ഇതുവരെ കൈക്കൂലി വാങ്ങാത്ത, അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവർ മോശമായിട്ട് പെരുമാറുമ്പോ ദേഷ്യം വരും. ഇല്ല, ഇന്നു മുതൽ മോഹനകൃഷ്ണൻ ദേഷ്യം വരില്ല. ഗാന്ധിജിയെ പോലെ എല്ലാം ക്ഷമാപൂർവം കാണാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു.
ഇത്ര പെട്ടെന്നോ? സാമർഥ്യമുള്ളവർക്ക് ഓരോ തീരുമാനമെടുക്കാനും നടപ്പാക്കാനും അധികം സമയം വേണ്ട ഭാമേ. എന്നാലും ഈ കാലത്ത് അതൊക്കെ വലിയ പാടാ മോഹനേട്ടാ. ഗാന്ധിജി ഇടപെട്ടത് മാന്യന്മാരുമായിട്ടാ, അതുകൊണ്ട് മാന്യമായിട്ട് പെരുമാറാനും പറ്റി. പക്ഷേ ഈ കാലത്ത് അതാണോ അവസ്ഥ? ചുറ്റിലും കള്ളന്മാരല്ലേ, ആരായാലും ദേഷ്യപ്പെട്ടു പോകും. ആരായാലും ദേഷ്യപ്പെട്ടു പോകും. പക്ഷേ മോഹനകൃഷ്ണൻ ദേഷ്യപ്പെടില്ല. കാരണം ഞാൻ അടിമുടി ഒരു ഗാന്ധിയനാണ്. പറയുന്നു കേട്ടാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആള് ഈ ഗാന്ധിജിയാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഒരു കൂട്ടൊന്നും വേണ്ട. ഈ ഗാന്ധിജി പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഏത് കാര്യത്തിൽ? മോഹനേട്ടൻ അറിയാമോ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ പറ്റി ആലോചന വന്നപ്പോൾ അതിന് ഒത്തുതീർപ്പായി ഗാന്ധിജി പറഞ്ഞത് എന്താണെന്ന്? മുഹമ്മദ് അലി ജിന്ന പ്രധാനമന്ത്രി ആയിക്കോട്ടെ എന്ന്. അതിനെന്താ കുഴപ്പം? വിഭജനം എന്ന വലിയ ദുഃഖം ഒഴിവാക്കാനാണ് ഗാന്ധിജി അന്നങ്ങനെ പറഞ്ഞത്. പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം കൊടുക്കുന്നതിനായി ഡോക്ടർ അംബേദ്കർ ശ്രമിച്ചപ്പോൾ ഗാന്ധിജി അതിനെ എതിർത്തു. അങ്ങനെ നോക്കുമ്പോ ഈ ഗാന്ധിജി പിന്നോക്കക്കാർക്ക് എതിരായിരുന്നില്ലേ എന്ന് ആലോചിച്ച് നോക്കി. ആയിരുന്നില്ല. സംവരണം കൊടുത്താൽ പിന്നോക്കക്കാരെന്നും പിന്നോക്കക്കാരായി തന്നെ കണക്കാക്കപ്പെടും. സർക്കാർ അങ്ങനെ ചെയ്യരുത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. പിന്നെ ഈ ഗാന്ധിജിയുടെ നിരാഹാര സമരത്തെ പറ്റി എനിക്ക് സംശയമുണ്ട്. അന്ന് ഇന്നത്തെ പോലെ ഈ ടെലിവിഷൻ ക്യാമറകളൊന്നും ഇല്ലല്ലോ. നിരാഹാരത്തിനിടയിൽ വല്ലതും കടിക്കുന്നുണ്ടായിരുന്നു എന്ന് ആർക്കറിയാം? ആമേ, ഇത്രയും പറയുമ്പോ എന്റെ ക്ഷമ നശിച്ച് ഞാൻ പൊട്ടിത്തെറിക്കും എന്ന് നീ കരുതിയിട്ടുണ്ടാവും. അത് ഭാമയുടെ അറിവില്ലായ്മ. കെ മോഹനകൃഷ്ണനോട് തീരുമാനമെടുത്താൽ എടുത്തതാണ്. ഞാൻ ദേഷ്യപ്പെടുകയേയില്ല. പിന്നെ ഗാന്ധിജിയുടെ മഹത്വം ലോകത്തുള്ള ആളുകൾക്കെല്ലാം അറിയാം. ആ മഹത്വത്തിന് അഡ്വക്കേറ്റ് സത്യഭാമയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. പാവം കുട്ടി. ഗാന്ധിജിയെ പറ്റി പറഞ്ഞിട്ടും ക്ഷമയോ? വില്ലേജ് ഓഫീസർ ആള് കൊള്ളാലോ. എന്താ വഴി? സാറേ, സാറേ, ഉത്തമനല്ലേ വന്നത്? ഈ കാര്യത്തിൽ ഉത്തമന്റെ സഹായമാണ് ബെസ്റ്റ്. നമസ്കാരം ഡോക്കില്ലേ? സാറില്ലേ? സാറുണ്ട്. സാറ് മഹാത്മാഗാന്ധിക്ക് പഠിച്ചോണ്ടിരിക്കുക. ആ പഠിത്തം നേരത്തെ കഴിഞ്ഞല്ലേ? അയ്യോ, അത് തിയറിയായിരുന്നു. ഇത് പ്രാക്ടിക്കലാണ്. ഇന്നു മുതൽ മോഹനകൃഷ്ണൻ സാറ് ആരോടും ദേഷ്യപ്പെടില്ല. വായിൽ കൈവച്ചു കൊടുത്താലും കടിക്കില്ല. ഇടതുകേടത്തടിച്ചാൽ വലതുകേടും കൂടെ കാണിച്ചു കൊടുക്കുന്നതാണ് തീരുമാനം. ആര്? മോഹനകൃഷ്ണൻ സാറാ? ബാക്കിലെ രാവിലെ തമാശ പറയല്ലേ പ്ലീസ്. ആദ്യം ഞാനും കരുതിയത് തമാശയാണെന്നാ. പക്ഷേ മോഹനകൃഷ്ണൻ സാറ് ഇത്തവണ വലിയ സീരിയസിലെ ഉത്തമ. ഇങ്ങനെ അങ്ങ് പോയാൽ ബുദ്ധനും ക്രിസ്തുവിനും ഗാന്ധിക്കും ശേഷം ആരെ എന്നുള്ള ചോദ്യത്തിന് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ എന്ന് മറുപടി പറയേണ്ടി വരും. വക്കീലെ, ആ മത്തായി കുട്ടിയുടെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. മത്തായി വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് സാറ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. മത്തായി കുട്ടി എന്റെ പുറകിൽ നിന്ന് മാറാതെ പുറകെ നടക്കുകയാണ്. സാറിനെ ഒന്ന് വിളിക്കണം വക്കീലെ. വിളിക്കാം. പക്ഷെ അതിനു മുന്നേ ഉത്തമൻ എനിക്കൊരു ഐഡിയ പറഞ്ഞതാ. ഐഡിയ? എന്തിന്? സാറിനെ കൊണ്ട് വഴക്കുണ്ടാക്കിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നതേ 2 സാരിയാ. 2 ചെറുതായിട്ട് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ സാർ അടുക്കുന്നില്ല. മോഹനേട്ടനെ കാര്യമായിട്ടൊന്ന് പ്രകോപിച്ച് വഴക്കുണ്ടാക്കാൻ എന്താ ഉത്തമ വഴി? എന്റെ പൊന്ന് വക്കീല്, സാധാരണ ഭാര്യമാര് ഭർത്താവിനെ എങ്ങനെ സോപ്പിട്ട് വഴക്കുണ്ടാക്കാതെ ജീവിക്കാന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നേരെ തിരിച്ചും. മര്യാദക്കിരിക്കുന്ന കെട്ടിയവന്റെ വായിൽ കൈവച്ചു കൊടുത്ത് കടി വാങ്ങുക. കൊള്ളാം. ഉത്തമൊരു ഐഡിയ പറ. ഗാന്ധിയെ തന്നെ പിടിവെക്കില്ലേ? ഗാന്ധിജിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വയലന്റ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ശ്രമം ഒന്ന് നോക്കിയതാ, പരാജയപ്പെട്ടു. വേറെ എന്തെങ്കിലും ഒരു വഴി പറ. വേറെ ഇപ്പോ സാറ് ഭയങ്കര കൈക്കൂലിക്കാരനാണെന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് പറയും. കൈക്കൂലി എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്നത് മോഹനേഷ് സാറിനെ ചെകുത്താൻ കുരിശ് കാണുന്ന പോലല്ലേ? അതൊരു ഐഡിയ ആണ്. മോഹനേട്ടൻ കൈക്കൂലിക്കാരനും കള്ളനും ഉത്തരവാദിത്തമില്ലാത്തവനാണെന്നൊക്കെ പറയാം. പക്ഷെ ആര് പറഞ്ഞെന്ന് പറയും? ഞാൻ ഒഴിച്ച് വേറെ ആരാണെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഈ തർക്കത്തില് അറിഞ്ഞോ അറിയാതെയോ എന്റെ പേര് വലിച്ചഴക്കരുത് പ്ലീസ്. ഇപ്പൊ വരാം. ഉത്തമൻ നിക്ക്.
സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്ക് മുഴുത്ത ഭ്രാന്താണോ? അത് കൊള്ളാം. മോഹനേട്ടൻ ഇത്ര പെട്ടെന്ന് ഡ്രസ് മാറിയോ? എനിക്ക് കൃത്യം 10 മണിക്ക് വില്ലേജ് ഓഫീസിലെത്തണം. അതിന് 9:38 ഇവിടുന്ന് പുറപ്പെടണ്ടേ? അങ്ങനെ ധൃതി പിടിച്ച് വില്ലേജ് ഓഫീസിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. മോഹനേട്ടൻ ഇങ്ങനെ സത്യസന്ധനും കൃത്യനിഷ്ഠക്കാരനും ഒക്കെ ആയിട്ടും മറ്റുള്ളവർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല മോനേട്ടാ. പിന്നെ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നേ? ആർക്കാണ് അത് മനസ്സിലാകാത്തത്? ഉത്തമൻ വന്നിട്ടുണ്ട്. ഉത്തമനാണോ അത് മനസ്സിലാകാത്തത്? ഉത്തമനല്ല, ഒരു മത്തായിക്കുട്ടി കൈവശാവകാശ സർട്ടിഫിക്കറ്റിനായിട്ട് ഓഫീസിൽ വന്നിരുന്നു. പക്ഷേ അയാളുടെ ഭൂമിയുടെ സർവേ നമ്പറിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ അയാള് പുറത്തിറങ്ങി പറയുന്ന അങ്ങനെയല്ല. മോഹനേട്ടൻ അയാളോട് കൈക്കൂലി ചോദിച്ചെന്നും അയാൾ തരില്ല എന്ന് പറഞ്ഞതിന്റെ വാശിക്കാണ് അയാളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നതെന്നതുമാണ്. മത്തായിക്കുട്ടി അങ്ങനെ പറഞ്ഞു? മത്തായിക്കുട്ടി മാത്രമല്ല മോഹനേട്ടാ, കൃഷ്ണൻകുട്ടിയുടെ ചായക്കുടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളുകളോട് മത്തായിക്കുട്ടി അത് പറഞ്ഞപ്പോൾ ആഫീസിലെ ശിശുപാലൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ശിശുപാലൻ ചേട്ടൻ പറഞ്ഞു മോഹനേട്ടൻ ഭയങ്കര അഴിമതിക്കാരനാണെന്ന്. ഈ പുറമേ കാണിക്കുന്ന മുഴുവൻ കള്ളത്തരവാണ്. മോഹനേട്ടന് വേണ്ടി കൈക്കൂലി വാങ്ങുന്നത് ശിശുപാലൻ ചേട്ടനാണെന്ന് പറഞ്ഞു. ഈ വീട് വാങ്ങിയത് അഴിമതി നടത്തി ഉണ്ടാക്കിയ കാശ് കൊണ്ടാണെന്ന് ശിശുപാലൻ ചേട്ടൻ പറഞ്ഞപ്പോ ആളുകളൊക്കെ വിശ്വസിച്ചത്രേ. ആരും വിശ്വസിക്കില്ല. ഇല്ല, വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണനെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ കൈക്കൂലി വാങ്ങുന്ന ആളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞവർക്ക് ഭ്രാന്താണെന്ന് നാട്ടുകാർ പറഞ്ഞോളൂ. ഉത്തമൻ എവിടെ? ഉത്തമൻ എവിടെയെന്ന് പറയൂ ഭാമേ. പുറത്തുണ്ട്. ഓ ശരി, ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടോട്ടെ. ഓ, അപ്പൊ വില്ലേജ് ഓഫീസർ രണ്ടും കൽപ്പിച്ച. ഇനിയിപ്പോ എന്താ ഒരു വഴി? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ വന്നത് മത്തായിക്കുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനാണ്. മനസ്സിലായി. മത്തായിക്കുട്ടിയുടെ ആധാരത്തിൽ കാണുന്ന സർവേ നമ്പരും കരമടച്ച രസീതിലുള്ള സർവേ നമ്പരും 2 അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെ അദ്ദേഹത്തിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കും? അത് മത്തായിക്കുട്ടിയുടെ കുഴപ്പമില്ല സാർ. ആധാരം രജിസ്റ്റർ ചെയ്തപ്പോ പിഴവ് പറ്റിയതാവാം. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തമ, ഓ, നിയമപ്രകാരം ജോലി ചെയ്യുന്ന, നിയമപ്രകാരം മാത്രം ജോലി ചെയ്യുന്ന ഒരു വില്ലേജ് ഓഫീസറാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ മത്തായിക്കുട്ടിക്ക് എങ്ങനെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കും? ഞാൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ മത്തായിക്കുട്ടി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ചെന്ന് ഞാൻ കൈക്കൂലിക്കാരനാണ്, അഴിമതിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുവെന്നും കേട്ടുകൊണ്ടിരുന്ന ശിശുപാലൻ അത് സാക്ഷ്യപ്പെടുത്തി. അക്കാര്യം ഉത്തമൻ ഇവിടെ വന്ന് പറഞ്ഞുവെന്നും സത്യഭാമ പറഞ്ഞു. ഞാന് എന്റെ പെറ്റമ്മ സത്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കള്ളം പറഞ്ഞത് മത്തായിക്കുട്ടിയാണേലും ശിശുപാലനാണേലും ഉത്തമനാണേലും ഭാമയാണേലും ഞാനതിനെ അവഗണിച്ചു കളയുകയാണ്. ഇതുപോലെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ക്ഷോഭിച്ച് കളയാനുള്ളതല്ല എന്റെ ആരോഗ്യവും സമയവും. അതുകൊണ്ട് ഉത്തമന് പോകാം. ആധാരത്തിലെ തകരാറ് പരിഹരിക്കാതെ മത്തായിക്കുട്ടിക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന സത്യവും അദ്ദേഹത്തെ അറിയിച്ചേക്കൂ. അപ്പൊ സംഭവം വക്കീല് പറഞ്ഞതുപോലെ തന്നെ മോഹനേഷ് സാറ് ഗാന്ധിയായി. എന്നാലും വക്കീൽ ആള് കൊള്ളാലോ. കിട്ടിയ സമയം വെച്ച് എന്റെ നെഞ്ചത്തി എന്നെ കയറി. ഭാമേ, ഞാൻ ഇറങ്ങുക. ഇതെന്താ ഈ വേഷത്തിൽ? നിനക്കിത് കോടതിയിൽ പോകണ്ടേ? ഇന്ന് കോടതിയിൽ ഹാജരാവണ്ട. ഓഫീസിൽ പോയി കുറച്ച് ജോലികളൊക്കെ തീർക്കണം, അത്രേ ഉള്ളൂ. അതിന് ഈ വെള്ളസാരിയുടെ ആവശ്യമില്ലല്ലോ. ഈ ചുരിദാർ വാങ്ങിച്ചിട്ട് 4-5 മാസമായി. ഇതുവരെ ഇതിട്ടിട്ട് എവിടെയും പോയിട്ടില്ല. ഓ, സമയമായി.
സദാനന്ദ സാറ് ചോദിച്ചു, ഇതെന്താ സുഭാഷ് ചന്ദ്ര കല്യാണം കഴിക്കാത്തതെന്ന്. ഞാനിങ്ങനെ തൊട്ടടുത്ത് നിൽക്കായിരുന്നു. എന്നെ ചൂണ്ടി സുഭാഷ് ചന്ദ്ര സാറ് പറയാ, സത്യഭാമയെ പോലൊരു പെണ്ണാണ് എന്റെ മനസ്സില്, അങ്ങനെ ഒരാളെ കണ്ടുകിട്ടാതെ എന്ത് ചെയ്യാനാ എന്ന്. ഞാൻ ചുരിദാറിട്ടാൽ ഭയങ്കര സുന്ദരിയാണെന്ന് സാറ് പറഞ്ഞു. ആ വെള്ളസാരി പുള്ളിക്കാരനെ കണ്ടൂടെ. ഓഹോ, നീ എന്തിനാ ഈ ചുരിദാറ്റെന്ന് എനിക്ക് മനസ്സിലായി. ഈ പരിപാടി ഇവിടെ നടക്കില്ല. നീ സാരി എടുത്ത് പോയാ മതി. സാരി എടുത്തോ? എന്തിനാ? എനിക്കിന്ന് കോടതി പോണ്ട കാര്യമില്ലല്ലോ മോഹനട്ടാ. കോടതിയിൽ പോകണ്ടെങ്കിൽ നീ ഇന്ന് ഓഫീസിൽ പോണ്ട. സുഭാഷ് ചന്ദ്ര വക്കീലിനെ കാണാൻ വേണ്ടിയല്ലേ നീ ചുരിദാറിട്ട് പോകുന്നത്? എന്തൊക്കെയാ പറയണേ? നിന്നോട് സാരി ഉടുക്കാൻ ഞാൻ പറയുമ്പോ നീ പറയും സാരി ഉടുക്കാൻ വലിയ മെനക്കേടാണ്, ചുരിദാറാണ് സൗകര്യം. കോടതിയിൽ പോകുമ്പോ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് സാരി ഉടുക്കുന്നതെന്ന് 1000 പ്രാവശ്യം നീ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നോ നീ ചുരിദാറിടുന്നതാണ് നല്ലതെന്ന് സുഭാഷ് ചന്ദ്ര വക്കീൽ പറഞ്ഞതുകൊണ്ട് അയാൾ ഇവിടെ വന്ന ദിവസം നീ കൃത്യമായും ചുരിദാർ വിട്ട് ഒരുങ്ങി ഇറങ്ങുന്നു. എന്നതിനർത്ഥം എന്റെ ഇഷ്ടത്തിന് വേഷം ധരിക്കാൻ നിനക്ക് വയ്യ. സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ വേഷത്തിൽ ഇറങ്ങുന്നേ. നീ സാരി എടുത്ത് പോയാൽ മതി. സാരി എപ്പോ വാങ്ങും? സാരിയോ? സാരി വാങ്ങുന്നില്ല. നിനക്ക് വേറെ സാരിയില്ലേ? ആ സാരിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഗായത്രി ടെക്സ്റ്റൈൽസിൽ നിന്ന് പുതിയ സാരി വാങ്ങുന്ന കാര്യമാണ്. പുതിയ സാരിയോ? പന്തയത്തിൽ മോഹനോട് തോറ്റു, ചൂടായി, വഴക്കുണ്ടാക്കി. തിരിച്ചു വാ. ഞാൻ വഴക്കുണ്ടാക്കിയല്ലോ, ഒരു കാര്യം പറഞ്ഞത്. അച്ഛടാ, ഇങ്ങനെയാണോ കാര്യം പറയണേ? അമ്മോ, പെട്ടെന്ന് ഇനി ഇങ്ങനെ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സാരി എന്തായാലും വാങ്ങി തന്നേ പറ്റൂ. 2 സാരി. 2 സാരി ആയിരുന്നു. ഒരു സാരി പോരെ? ഒന്ന് മതിയെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പൊ മോഹനേട്ടനാണ് പറഞ്ഞത് 2 സാരി വാങ്ങണമെന്ന്. മോഹനേട്ട സന്തോഷത്തോടെ ഒരു സാധനം വാങ്ങി തരുമ്പോ ഞാൻ പിന്നെ എങ്ങനെയാ മോഹനേട്ട അത് വേണ്ടെന്ന് പറയുന്നേ? ഈ 2 സാരിക്ക് മൊത്തം എത്ര രൂപയാവും? വില്ലേജ് ഓഫീസറുടെ പിശുക്ക് പുറത്തു വന്ന് തുടങ്ങി. എത്ര രൂപയുടെ സാരി മോഹനേട്ടൻ വാങ്ങി തരും? എന്റെ അവസാനത്തെ അടവായിരുന്നു മോഹനേട്ട ഇത്. ഇതിൽ കൂടി മോഹനേട്ടൻ വീട്ടിലായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? പക്ഷെ എന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല. ഇത് നിന്ന് കറങ്ങാതെ വില്ലേജ് ഓഫീസർ പോവാൻ നോക്ക്. എനിക്ക് വേഷമാർ കോടതി പോകാനുള്ളത്. ഇന്ന് 4 കേസിൽ ഹാജരാവാനുള്ളത്. ഞാൻ കുറച്ചുകൂടെ ക്ഷമിച്ചാ മതിയായിരുന്നു. അയ്യോ, അങ്ങനെ ക്ഷമിക്കാൻ എന്റെ മോഹനേട്ടന് പറ്റില്ലല്ലോ. അതെനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ ഈ കളി കളിച്ചത്. ആര് പറഞ്ഞിട്ടില്ല, പോട്ടെ. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഈ ലോകത്ത് വേറെ കാണില്ല. ഒരു ഭർത്താവ് അങ്ങേയറ്റം ക്ഷമാശീലനും മര്യാദക്കാരനുമായിരിക്കുമ്പോൾ അയാളെ കൊണ്ട് വഴക്കുണ്ടാക്കിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരു ഭാര്യ വേറെ എവിടെ കാണാൻ? സത്യഭാമയെ കുറ്റം പറയണ്ട. മോഹനകൃഷ്ണന്റെ കോപം വക്കീലിനൊരു ശീലമായി പോയതാണ്. അതില്ലാതെ ജീവിക്കുന്നത് ഒരു പക്ഷേ പട്ടിണി കിടക്കുന്നതിനേക്കാൾ കഠിനമാണ് എന്നവർക്ക് തോന്നിയിരിക്കാം. ഈ വിചിത്ര ദമ്പതികളുടെ പുതിയ സാഹസങ്ങളുടെ കഥയുമായി കാര്യം നിസാരം തുടരുന്നു.